റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം പാപികളായിരിക്കെ ഏതെങ്കിലും നല്ലവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുക സാധ്യമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ, മറ്റൊരു വാക്യം പറഞ്ഞാൽ നമുക്കൊരു യോഗ്യതയില്ലാതിരിക്കെ, നമ്മൾ അയോഗ്യരായിരിക്കെ ദൈവം നമ്മെ യോഗ്യരാക്കി, ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം തൻ്റെ കാൽവരി യാഗത്തിലൂടെ നമ്മെ വീണ്ടെടുത്തു, തൻ്റെ സ്നേഹം പ്രകടമാക്കിയെന്നാ പറയാം. അപ്പോൾ നമ്മുടെ അയോഗ്യതകൾക്കും മീതെ നമ്മെ സ്നേഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. അതാണ് കുരിശിൽ ഈശോ വെളിപ്പെടുത്തിയത്. വിശുദ്ധ കുർബാനയായി ദിവ്യ കാരുണ്യമായി നമ്മുടെ നാവിലേക്ക് ഈശോ വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. എന്താണ്? ഒരു യോഗ്യത ഇല്ലാതിരുന്നിട്ടും നമ്മൾ പാപികളാണ്, ബലഹീനരാണ്, നമുക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ഈ നിരന്തരമായ വീഴ്ചകളും ഇടർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നാം പാപികളായിരിക്കെ തന്നെ ദിവ്യകാരുണ്യമായി ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ, ബലിയിലൂടെ കടന്നു വരികയാണ്. ഒന്നാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നത് പാപികളെ വിളിക്കാനാണ്.